നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് മാനവരാശി ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് വിഷാദ രോഗം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളിലാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഡിപ്രഷൻ കണ്ടുവരുന്നത്. അതും ക്രമാതീതമായിട്ട് ഈ വിഷാദ രോഗമുള്ള ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ വിഷാദ രോഗങ്ങളെ രണ്ട് തലങ്ങളായിട്ട് തിരിക്കാം. മേജർ ഡിപ്രഷൻ, അതായത് ഏറ്റവും തീവ്രത കൂടിയ വിഷാദ രോഗമുള്ള ആളുകൾ. അവരിൽ ഈ വിഷാദ രോഗങ്ങളുടെ അടയാളങ്ങളൊക്കെ പൊതുവെ പ്രകടമായിരിക്കും. അതുപോലെ തന്നെ മാസ്ക്ഡ് ഡിപ്രഷൻ എന്ന രണ്ടാമത്തെ ഒരു തലമുണ്ട്. പൊതുവെ വിഷാദ രോഗത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഈ വ്യക്തിയിൽ പ്രകടമാകില്ല, മറിച്ച് മറ്റ് ശാരീരികമായ അസുഖങ്ങളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ ആയിരിക്കും ഈ വ്യക്തിയിൽ പ്രകടമാകുന്നത്. ആക്ച്വലി ഇയാളിൽ ഡിപ്രഷനുള്ള ആളായിരിക്കും, എങ്കിലും ഇയാൾക്ക് ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളായിരിക്കും കൂടുതലായിട്ട് പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പ്രൈമറി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് കൂടുതലും ഇയാളുടെ ശാരീരികമായി പ്രകടിപ്പിക്കുന്ന അസുഖങ്ങളെയായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഇയാളുടെ വിഷാദ രോഗത്തെ മനസ്സിലാക്കാൻ താമസിക്കുന്നു എന്നൊരു വലിയ പോരായ്മ ഈ മാസ്ക്ഡ് ഡിപ്രഷൻ ഉള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഒരു തരത്തിൽ ഇത്തരം വിഷാദ രോഗികളുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നും. അവർക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല. ആരോട് ഒന്ന് സംസാരിക്കാനോ, ആരുടെയും മുഖത്ത് നോക്കി സന്തോഷത്തോടൊന്ന് ചിരിക്കാനോ, രുചിയോടൊന്ന് ഭക്ഷണം കഴിക്കാനോ, ഉറങ്ങാനോ കൂടെ സാധിക്കുന്നില്ല. എപ്പോഴും വിഷാദ ചിന്തകളും മരണഭയവും കുറ്റബോധമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇത്തരം ആളുകൾ കഴിഞ്ഞു പോകുന്നത്. അവരെ തീർച്ചയായിട്ടും ഇത്തരം വിഷാദ രോഗങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത ഇന്ന് സമൂഹത്തിനുണ്ട്. ഇനി വിവിധ തരം ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡിസ്തമിയ എന്ന അവസ്ഥ, തീവ്രത കുറഞ്ഞ വിഷാദ രോഗം. എങ്കിലും ഈ വ്യക്തികളിൽ വിഷാദ രോഗത്തിൻ്റെതായ സിംറ്റംസ് ഏറെക്കാലം ഈ വ്യക്തിയിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇയാൾക്ക് നിത്യജീവിതത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ജോലിയോട് താല്പര്യക്കുറവ്, ജോലി സ്ഥലത്ത് മറ്റ് അസ്വസ്ഥതകൾ പ്രകടമാകുന്നു. ഇതൊക്കെ സാധാരണയായിട്ട് ഈ ഡിസ്തമിയ എന്ന അവസ്ഥയിലുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഇത് തീവ്രത കുറഞ്ഞ വിഷാദ രോഗമാണെങ്കിലും പിന്നീട് വളരെ തീവ്രത കൂടിയ ഒരു വിഷാദ രോഗത്തിലേക്ക് മാറും എന്നുള്ളതും ഒരു തർക്കവിഷയമായ കാര്യമാണ്. അടുത്തത് എറ്റിപ്പിക്കൽ ഡിപ്രഷൻ എന്ന അവസ്ഥ. നമുക്കറിയാം, സാധാരണ വിഷാദ രോഗികളിൽ ഉറക്കം കുറവായിരിക്കും, അതായത് ഭക്ഷണം കഴിക്കുന്നതും വളരെ കുറവായിരിക്കും. എന്നാൽ എറ്റിപ്പിക്കൽ ഡിപ്രഷൻ എന്ന അവസ്ഥയിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും, കൂടുതലായിട്ട് ഉറങ്ങും. ഇത് ഇത്തരം ആളുകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഇത്തരം ആളുകൾ മനഃപൂർവ്വം എത്താതെ മാറി നിൽക്കും. ബൈ ചാൻസിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ അതുമായിട്ട് ആ അറ്റ്മോസ്ഫിയറുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്നതിന് അവർക്ക് വലിയ പ്രയാസമുള്ള ആളുകളായിരിക്കില്ല. നമ്മൾ ഈ ഡിപ്രഷനുള്ള ആളുകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചു. പൊതുവേ ഡിപ്രഷനുള്ള ആളുകൾ 10 ആൾ കൂടുന്നിടത്ത് അവർ ചെല്ലാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും ഈ ഡിപ്രഷനുള്ള ആളുകൾ. എന്നാൽ എറ്റിപ്പിക്കൽ ഡിപ്രഷൻ അവസ്ഥയിലുള്ള ആളുകൾ അതുപോലെയല്ല, അത്തരം സാഹചര്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് ഇടപഴകാൻ പ്രയാസമുള്ള ആളുകളായിരിക്കില്ല. അടുത്തത് എൻഡോജിനസ് ഡിപ്രഷൻ എന്ന അവസ്ഥയാണ്. സാധാരണ ഒരു വ്യക്തിയിൽ വിഷാദ രോഗമുണ്ടാകാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകും. ഒരാളുടെ മരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ടാകും. എന്നാൽ ഈ വ്യക്തിയിൽ ഒരു റീസണുമില്ല, അയാൾക്കൊരു പ്രത്യേക സാഹചര്യമൊന്നുമില്ല അയാളിലേക്ക് വിഷാദ രോഗം കടന്നു വരാനുള്ളത്. അപ്പോൾ അത്തരം അവസ്ഥയാണ് നമ്മൾ എൻഡോജിനസ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ മരുന്ന് കഴിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അടുത്തത് ബൈപോളാർ ഡിപ്രഷൻ എന്നാണ്. ഒരു വ്യക്തിയിൽ തന്നെ ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ബൈപോളാർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത്തരം ബൈപോളാർ ഡിപ്രഷൻ ഒരു വ്യക്തിയെ അയാളുടെ സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും മറ്റെല്ലാ മേഖലകളിലും തളർത്തിക്കളയാൻ സാധ്യത ഉള്ളൊരു വിഷാദ രോഗമാണ് ഈ ബൈപോളാർ ഡിപ്രഷൻ. അല്ലെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനം ഒന്നിനും എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഈ ബൈപോളാർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്. പൊതുവെ പ്രസവാനന്തരം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇത് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കുട്ടിക്കും അമ്മയ്ക്കും പിന്നീട് അസ്വസ്ഥതകൾ പ്രകടമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ വിഷാദ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തിയിൽ സ്ഥായിയായിട്ടുള്ള ദുഃഖഭാവം, അതായത് ദിവസത്തിൻ്റെ സിംഹഭാഗവും അയാൾ ദുഃഖ അവസ്ഥയിൽ അല്ലെങ്കിൽ നിരാശയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഈ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതുമാത്രമല്ല തുടർച്ചയായിട്ട് 2 ആഴ്ച ഇങ്ങനെ ഒരു വ്യക്തിയിൽ പ്രകടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളൊരു വിഷാദ രോഗിയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെയൊക്കെ വളരെ താല്പര്യത്തോടെ ഒരു വ്യക്തി ജോലി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് യാതൊന്നിനും അയാൾക്കൊരു താല്പര്യമില്ല. ചെയ്യാൻ ഇഷ്ടപ്പെട്ട ജോലിയോട് പോലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ഇതിനൊക്കെ വിഷാദ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വിഷാദ രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒരു ഉന്മേഷമില്ലായ്മ. അതുപോലെ തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെടുക, താൻ എന്തോ ഒരു മോശക്കാരനായിട്ടുള്ളതുപോലെ തനിക്ക് ഫീൽ ചെയ്യുക. ഇതൊക്കെ ഈ വിഷാദ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അതുപോലെ അകാരണമായിട്ട് കുറ്റബോധം തോന്നുക. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് അകാരണമായിട്ട് കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മരണത്തെക്കുറിച്ച് ചിന്ത വരിക, മരണത്തെ ഭയപ്പെടുക. ഇതൊക്കെ ഈ വിഷാദ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അതുപോലെ ശാരീരികവും മാനസികമായ പ്രവർത്തനങ്ങളിൽ ഒരു മാന്ദ്യം അനുഭവപ്പെടുക. പണ്ടൊക്കെ വളരെ പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് ആക്റ്റീവായിരുന്നൊരു വ്യക്തി അയാൾക്കിപ്പോൾ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ വരിക. അതുപോലെ തന്നെ പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കാതെ വരിക, ഓർമ്മ കിട്ടാതെ വരിക. ഇതൊക്കെ വിഷാദ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്തിക്കാനും ശരിയായ തീരുമാനമെടുക്കാനും സാധിക്കാത്ത വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഉറക്കം താളം തെറ്റുക, രാത്രിയിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുക. ഇതൊക്കെ പൊതുവെ വിഷാദ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ശരീരത്തിൻ്റെ ഭാരത്തിൽ വ്യത്യാസം വരിക. അതുപോലെ വിശപ്പിൽ ചില ആളുകളിൽ വിശപ്പ് കൂടുതലായിട്ടും ചില ആളുകളിൽ വിശപ്പ് തീരെ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ ഈ വിഷാദ രോഗികളെ കാണാൻ സാധിക്കും. അതുപോലെ ലൈംഗികപരമായിട്ട് താല്പര്യം തീരെ കുറഞ്ഞു വരിക. ഇതൊക്കെ ഈ വിഷാദ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ്. ഇനി ഈ വിഷാദ രോഗത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശാരീരികവും ജനിതകവും സാമൂഹികവും മനഃശാസ്ത്രപരമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ രോഗത്തിന് കാരണമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ചിലതരം ശാരീരിക രോഗങ്ങളെ തുടർന്ന് ചില ആളുകളിൽ വിഷാദ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗങ്ങൾ. പ്രത്യേകിച്ച് തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയ്ഡൊക്കെ ഉള്ള ആളുകളിൽ ഈ വിഷാദ രോഗങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മസ്തിഷ്ക പ്രവർത്തനത്തിന് ചിലതരം വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോഴും ചിലരിൽ വിഷാദ രോഗാവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവേ ഈ വിഷാദ രോഗികളിൽ അല്ലെങ്കിൽ വിഷാദ രോഗം കടന്നു വരാനുള്ള സാധ്യതയായിട്ട് പറയുന്നത്. ഇനി ഈ വിഷാദ രോഗമുള്ള ആളുകൾക്ക് ആ വിഷാദ രോഗത്തിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പൂന്തോട്ടം നിർമ്മിക്കുക, അത് പരിപാലിക്കുക ഏറ്റവും നല്ല ഒരു മാർഗമാണ്. യോഗ നിത്യേന പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ ചെറുതായ രീതിയിൽ വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം കിട്ടുന്നതാണ്. അതുപോലെ മറ്റ് കളികളിലൊക്കെ മുഴുകാൻ നോക്കുക. അതുപോലെ യാത്ര ചെയ്യുക, പ്രകൃതി ആസ്വദിക്കുക. ഇതൊക്കെ നല്ല ഒരു മാർഗമാണ് പൊതുവെ വിഷാദ രോഗികളിൽ നിന്ന് അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി. നന്നായി കുളിച്ച് വൃത്തിയായിട്ട് നടക്കുക. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ പ്രഭാതകർമ്മങ്ങൾ ചെയ്യുക. കഴിയുന്നതും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നോക്കുക. മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും മനഃപൂർവ്വമായിട്ട് ഇത്തരം സാമൂഹിക സേവനങ്ങളിൽ മുഴുകുന്നത് വളരെ ആശ്വാസകരമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ദിവസവും കേൾക്കുക. ദിവസം കുറച്ച് സമയമെങ്കിലും വായനയ്ക്ക് വേണ്ടി മുഴുകുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. എത്ര തിരക്കുണ്ടെങ്കിലും ഉറക്കത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കൃത്യസമയത്ത് ഉറങ്ങുക. മനസ്സിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഏതെങ്കിലും ഏറ്റവും അടുത്ത നല്ലൊരു സുഹൃത്തിനോട് പങ്കുവച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം വിഷാദ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷാദ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഇതിന് ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ മാനസമിത്രം പോലെ അല്ലെങ്കിൽ അശ്വഗന്ധാരിഷ്ടം പോലെയുള്ള ഗുളികകൾ ഉപയോഗിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.